അല്പം സമയം തരണം. VPPക്ക് ഉത്തരം പറയേണ്ടതുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് 2009 VS അച്യുതാനന്ദൻ ഗവൺമെന്റ് അന്നത്തെ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച പദ്ധതിയാണ് ഇത് എന്നാണ്. പൂർണ്ണാർത്ഥത്തിൽ തെറ്റാണ്. കാരണം 2009 പ്ലാനാണ് പിന്നീട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മുമ്പോട്ട് കൊണ്ടുപോയത് എന്നത് ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ്. പക്ഷേ 2019 പൂർണ്ണമായി അത് വയബിൾ അല്ല എന്ന് കാണുകയും അങ്ങനെയാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്ത ശേഷമാണ് സിൽവർ ലൈൻ അല്ലെങ്കിൽ കെ റെയിൽ എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും ഫ്രണ്ടിൽ കെ ഇടുന്നത് ഇവരുടെ ഒരു പ്രത്യേക അസുഖമാണല്ലോ. അങ്ങനെ ഇട്ടുകൊണ്ട് ഈ മഞ്ഞക്കുറ്റിയും എടുത്തുകൊണ്ട് സാധാരണക്കാരൻ്റെ അടുക്കളപ്പുറത്തേക്ക് ഇവർ ചാടി ഇറങ്ങിയത് പുതിയ പദ്ധതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇനി നോക്കൂ, 2021 ഇവരുടെ പ്രകടന പത്രിക 4ാം ഖണ്ഡിക അവിടെ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ മോഡേണൈസേഷൻ എന്നാണ് ആ ഖണ്ഡികയുടെ ആ തലക്കെട്ട്. അവിടെ പറഞ്ഞ 3 പ്രധാനപ്പെട്ട പദ്ധതികൾ, ഒന്ന് കേരളയിലാണ്, സിൽവർ ലൈൻ എന്ന് അവർ വിളിച്ചു. 2 ലൈറ്റ് മെട്രോ ഇൻ കോഴിക്കോട്, ലൈറ്റ് മെട്രോ ഇൻ ട്രിവാൻഡ്രം ആൻഡ് ശബരി റെയിൽ. ഈ 3 കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും നടപ്പിലാക്കാൻ കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? അതിനുള്ള ഇച്ഛാശക്തി ഉണ്ടോ? എന്നിട്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ വന്നപ്പോൾ ഇതാ ഇവിടെ അംബ്രക്ക ഉംബ്ര എന്ന് പറഞ്ഞ ഉടനെ കേരളം അങ്ങ് ഉണ്ടായി, അത് ഉണ്ടാവാനുള്ള മാന്ത്രിക വടി പിണറായി വിജയന്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക? ഇപ്പോൾ എന്തുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ കേരളയിൽ വരില്ല കേട്ടോ എന്ന് പിണറായി വിജയൻ മുക്കിയും മൂളിയും പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ എന്താ, സിൽവർ ലൈൻ വരുമെന്നത് തന്നെയാണ് നിലപാട് എന്നാണ് പറഞ്ഞത്. 5 വർഷമായി നടപ്പിലാക്കാൻ സാധിക്കാത്ത അവർ ഈ കുറെ കാലങ്ങളായി പ്രതിഷേധങ്ങളെ ഭയർന്ന് കമാനക്ഷരം മിണ്ടാതെ സൈലൻസ് പാലിച്ചിരുന്ന ഇവർ എന്തിനാണ് ഇപ്പോൾ ഇതെടുത്ത് പ്രയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിലവിൽ പിണറായി വിജയൻ ഗവൺമെന്റിനെ ഉയർത്തി കാണിക്കാൻ ഒരു വൻകിട പ്രൊജക്ട് പോലും ഇല്ല കേരളത്തിൽ, ഒരെണ്ണം പോലും. അങ്ങനെയുള്ളപ്പോൾ ആസന്നമായ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുമ്പ് അത് വരാൻ പോകുന്നേ, ഇത് വരാൻ പോകുന്നേ, ഞങ്ങൾ വീണ്ടും വന്നാൽ ഇത് നടപ്പിലാകുള്ളൂ എന്ന കണക്കിന് അത് പ്രചരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇവർക്കുള്ളത്. അതിവേഗ റെയിൽ വരണ്ട എന്ന നിലപാടൊന്നും UDF സംബന്ധിച്ചില്ല. യാത്രാ സൗകര്യവും പ്രത്യേകിച്ച് നമ്മുടെ ജൻസി കാലത്ത് യാത്ര അതിവേഗത്തിൽ തന്നെ ആവേണ്ടതായിട്ടുണ്ട്. കാര്യം ലോകം അത്രമാത്രം വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ പേരിൽ സാധാരണക്കാരന്റെ അടുക്കള പുറത്തേക്ക് മഞ്ഞക്കുറ്റിയുമായി പോകുക, എന്നിട്ട് അവിടെ ചെന്നിട്ട് അവൻ കെട്ടുതാലിയും പണയം വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വീടിന്റെ വില ഇടിച്ചു കളയുക എന്ന ലക്ഷ്യമാണ് ഇപ്പം ഉള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിഷ എത്ര തവണ ആവർത്തിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇത് പറയാത്തത് എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് കടത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. മുഖ്യമന്ത്രി അത് പറഞ്ഞാൽ പല ലാൻഡ് മാഫിയകൾക്കും ഇനിയും കച്ചവടം നടത്താൻ പറ്റില്ല. മുഖ്യമന്ത്രി അത് പറയാണ് കേരളയിൽ വരില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ കേരളയിലെ DPR എടുത്ത് പോയിട്ടുള്ള ഇപ്പൊ എൻ്റെ നാട് ചങ്ങനാശ്ശേരിയിൽ അവിടെ മാടപ്പള്ളി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ സാധനം വരച്ചുകൊണ്ട് പോയതാണ്. ഇവരുടെ മഞ്ഞക്കുറ്റി കടന്നു പോയതാണ്. അവിടെ 1 ലക്ഷം 1.5 ലക്ഷം രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന സ്ഥലം 10,000 രൂപയ്ക്കും 20,000 രൂപയ്ക്കും വിറ്റൊഴിഞ്ഞു പോവുകയാണ്. മക്കളുടെ കല്യാണം നടത്തേണ്ട സമയത്ത് വീട് വെക്കേണ്ട വരുന്ന അപ്പനും അമ്മയും വേറെ എന്ത് ചെയ്യാൻ പറ്റും? പറയുന്ന വിലയ്ക്ക് കൊടുത്തിട്ട് പോകേണ്ടി വരും. അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പറയാ, നിഷ ആഗ്രഹിച്ച പോലെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പിണറായി വിജയൻ നാളെ പറയാ കേരളയിൽ വരില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ കച്ചവടം നടക്കില്ല. അപ്പോ ഈ ഭൂമാഫിയയ്ക്ക് ഇവരൊത്താശ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. 2, കേരളയിലുമായി ബന്ധപ്പെട്ട് എവിടെയാണ് ഇവർ പൈസ മുടക്കിയത്? പൈസ മുടക്കിയത് കൺസൾട്ടൻസിക്കാണ്. കൺസൾട്ടൻസികളുടെ സർക്കാരാണ് ഇതെന്ന് ഞങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. 56 കോടി രൂപ കൺസൾട്ടൻസി ഭീമന് വിഴുങ്ങാൻ കൊടുത്തു. അത് ഏത് കൺസൾട്ടൻസിയാ? ഒരു തട്ടിക്കൂട്ട് കൺസൾട്ടൻസി. ഇനി നേരത്തെ അദ്ദേഹം മാസ്റ്റർ പറഞ്ഞതുപോലെ ഇപ്പൊ കട്ടപ്പനയിൽ നിന്ന് തുരങ്കപാത ഉണ്ടാക്കാൻ പോവാ. തേനിക്ക് വല്ലാത്ത ആവശ്യമാണല്ലോ. കട്ടപ്പനയിൽ നിന്ന് തുരങ്കം നിർമ്മിച്ച് തേനിക്ക് പോകാൻ പോകുന്നു. അതിന് 100 കോടി രൂപ മാറ്റിവെച്ചു. എന്തിനാ പൈസ ഉപയോഗിക്കുക? അതും കൺസൾട്ടൻസിക്ക് വിഴുങ്ങാൻ കൊടുക്കും. ഈ സർക്കാർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ടെൻഡർ പോലും വിളിക്കാതെ വീണാ വിജയനുമായി നേരിട്ടോ അല്ലാതെയോ ബന്ധമുള്ള ഏതെങ്കിലും ഒരു IT കൺസൾട്ടൻസിക്ക് ഈ കച്ചവടം കൊടുക്കും. ഇതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അപ്പം വിൽക്കാൻ പോവുകയാണ് എന്നൊക്കെ ഗോവിന്ദൻ മാസ്റ്റർ വെറുതെ പറയുന്ന, അദ്ദേഹത്തിന് വിവരമില്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ വെറുതെയാണ്. പൊട്ടൻ കളിച്ച് അതിന്റെ പിന്നിൽ വലിയ പണം അടിച്ചു മാറ്റാനുള്ള വശമാണ് ഇവർ നടത്തുന്നത്. ഇനി ശ്രീധരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയോ വാക്കാലുള്ള അനുമതിയെങ്കിലും ഇല്ലാതെ ഓവർ റൈഡ് ചെയ്യാൻ സാധിക്കുക എന്ന് നമ്മുടെ സംശയമാണ്. അപ്പൊ കേന്ദ്രം അങ്ങനെ ഒരു അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തോട് നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കേണ്ടത് BJPയും അവരുടെ ഗവൺമെന്റുമാണ്. പിന്നീട് ഈ ശ്രീധരൻ മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ തുറന്ന ആളാണ്. അപ്പൊ ഈ ഓഫീസ് തുറക്കുന്നത് വലിയ അത്ഭുതമൊന്നുമില്ല. എന്താ ഉണ്ടാവുന്നതെന്ന് നോക്കിയിരുന്ന് തന്നെ കാണേണ്ടി വരും. അല്ല, ഈ പച്ചക്കൊടി എവിടെ വെച്ച് കാണിച്ചു? ഈ പച്ചക്കൊടി ലൈറ്റ് പച്ചയായിരുന്നോ അതോ കടും നീല നിറത്തിലുള്ള പച്ചയാണോ? ആ പച്ചക്കൊടിയിൽ മറ്റെന്തെങ്കിലും വർണ്ണങ്ങൾ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ബബ്ബ എന്നാണ് സർക്കാരുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ പറയുന്നത്. ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ സിൽവർ ലൈനുമായി ഇറങ്ങി പുറപ്പെട്ടത്. ആകെയുള്ള ആശ്വാസം എന്താണെന്ന് അറിയാമോ നിഷ? ഈ ആദിവാസികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഫണ്ടും വനം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് മാറ്റിവെക്കുന്ന ഫണ്ടുമൊക്കെ 60-70% ലാപ്സാക്കി കളയുമ്പോഴും ഇങ്ങനെ കുറെ കൺസൾട്ടൻസികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഫണ്ട് 100% യൂട്ടിലൈസേഷനാണ് ഈ സർക്കാരിൻ്റെ സമയത്ത്.
നോക്കൂ, ഇവിടെ SC/ST വകുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ SC സംവരണവുമായി ബന്ധപ്പെട്ട് അവരുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഫണ്ട് വെട്ടിച്ചിരിക്കുമ്പോഴും ഈ 100 കോടി 1000 കോടിയൊക്കെ വളരെ കൃത്യമായി എത്തേണ്ട കരങ്ങളിൽ എത്തേണ്ട രീതിയിൽ എത്തുന്നുണ്ട്. പിന്നെ ഇവർ തുരങ്കപാത നിർമ്മിക്കുന്നു അത്രേ. എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിനെ ജനമെടുത്ത് വെളിയിലേക്ക് തഴയുമ്പോൾ അല്ലെങ്കിൽ ഇവർ വീട് കയറി ഭവന സന്ദർശനവുമായി ചെല്ലുമ്പോൾ ഈ മഞ്ഞക്കുട്ടി ഇട്ട വീട്ടിലെ ചേച്ചിമാർ ചൂലെടുക്കും. അങ്ങനെ ചൂലെടുത്തുകൊണ്ട് അവർ വരുമ്പോൾ ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണോ ഇനി തേനിയിലേക്ക് ഒരു തുരങ്കപാത നിർമ്മിക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ സഖാവ് VPP ഇതൊന്ന് കണ്ടോ കേട്ടോ, അങ്ങ് പറഞ്ഞു നിങ്ങളങ്ങനെ വികസനത്തിന്റെ അപ്പോസ്തലന്മാരായി മാറല്ലേ? ഗെയിൽ പൈപ്പ് ലൈനിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും പിതൃത്വം അങ്ങ് ഏറ്റെടുത്ത് കളയല്ലേ? ഇത് ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഇന്നത്തെ വ്യവസായ വകുപ്പിന്റെ മന്ത്രി ഗെയിൽ പൈപ്പ് ലൈൻ ഉദ്ഘാടനം ചെയ്യാൻ മുമ്പിൽ നിന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ സമരമാണ്. ആ സമരം നോ പൈപ്പ് ബോംബ് ആൻഡ് നോ ഗാംബ്ലിംഗ് വിത്ത് അവർ ലൈഫ്സ്. ഞങ്ങളുടെ ജീവൻ വെച്ച് ചൂതാടരുത്, ഞങ്ങളുടെ ജീവന്റെ മുകളിലൂടെ പൈപ്പ് ബോംബ് ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് സമരം ചെയ്തത് ഇതേ P രാജീവാണ്. എന്നിട്ട് നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്യുന്നു? നിങ്ങളത് നടപ്പിലാക്കുന്നു. നല്ല കാര്യം. നിങ്ങൾ ഈ കാലം തെറ്റി വിവരം വരുന്ന കൂട്ടരാണ് എന്ന് ഞങ്ങൾക്കറിയാം. അത് കമ്പ്യൂട്ടറിന്റെ കാര്യത്തിലും അതെ, കേരളിന്റെ കാര്യത്തിലും അതെ, കൊച്ചി മെട്രോയുടെ കാര്യത്തിലും അതെ. കൊച്ചി മെട്രോ എന്റെ നെഞ്ചത്തൂടെ അല്ലാതെ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത അതേ S ശർമ്മ പിന്നീട് സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധിയായി കൊച്ചി എയർപോർട്ട്, ആ എയർപോർട്ടിന്റെ TADA പറ്റുന്നതും നമ്മൾ അറിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വൈകി വരുന്ന വിവേകം നല്ല കാര്യമാണ്. പക്ഷേ അതിന്റെ പേരിൽ ഈ സാധാരണക്കാരുടെ മുഴുവൻ മെക്കിട്ട് കയറുക, അവരുടെ ജീവനോപാധികളെ മുഴുവൻ തച്ചു തകർക്കുന്ന രീതിയിൽ മുമ്പോട്ട് പോകുക എന്ന് പറയുന്നത് ശരിയല്ല. പിന്നീട് അദ്ദേഹം ആവർത്തിച്ചു. ഒന്ന്, UDF കാലത്ത് എക്സ്പ്രസ് വേ പോലും കൊണ്ടുവരാൻ പറ്റിയില്ല, ഞങ്ങൾ വന്നപ്പോൾ നാഷണൽ ഹൈവേ പണിതു. നാഷണൽ ഹൈവേ നമ്മളിപ്പോൾ ഒരു പൊളിറ്റിക്കൽ ജാഥയ്ക്കൊക്കെ ഇറങ്ങി പുറപ്പെടുമ്പോൾ മുഖ്യമന്ത്രി പറയില്ലേ, കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള യാത്ര എന്നൊക്കെ പറയുന്നത് പോലെ നിങ്ങൾ കൊണ്ടുവന്ന നാഷണൽ ഹൈവേ ഏതാണ് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ പലയിടങ്ങളിലും അടിഞ്ഞ് താഴെ പോയിട്ടുണ്ട്, പലയിടങ്ങളിലും വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വേറെ സംസാരിക്കാം. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഗോപാലൻ ചേട്ടൻ എങ്ങനെ പശുവിനെ അപ്പുറത്തേക്ക് കടത്തും എന്നു തരത്തിലുള്ള ഈ അരിയാഹാരം കഴിക്കുന്നവർക്ക് വിഴുങ്ങാൻ പറ്റാത്ത തരത്തിലുള്ള ന്യായവാദങ്ങളുമായി ആ സമരങ്ങളുടെ മുഴുവൻ മുമ്പിലേക്ക്, ആ വികസന പദ്ധതികളുടെ മുഴുവൻ മുമ്പിലേക്ക് എടുത്തു ചാടിയവരാരാ? നിങ്ങളാ. ഇന്ന് കേരളത്തിന് അഭിമാനമായ പദ്ധതികൾ ഏതാ? ഒന്ന് മെട്രോ റെയിൽ. ആരായിരുന്നു സമരരംഗത്തുണ്ടായിരുന്നത്? ഗെയിൽ പൈപ്പ് ലൈൻ. ആരാണ് അതിനെ എതിർത്തത്? കൊച്ചി വിമാനത്താവളം. ആരാണ് അതിനെ എതിർത്തത്? ഇൻഫോ പാർക്ക്. ആരാണ് എതിർത്തത്? അങ്ങനെ തുടങ്ങി ഈ കേരളത്തിന്റെ തിലകച്ചാർത്ത് എന്ന് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റുന്ന എല്ലാ പദ്ധതികളുടെ മുമ്പിലേക്ക് ചുമപ്പൻ കൊടിയുമായി എടുത്തു ചാടിയവരാണ് ഈ കൂട്ടർ. അന്ന് ഈ കൂട്ടരെ ഒരു തെല്ലും മൈൻഡ് ചെയ്യാതെ മുമ്പോട്ട് പോയ UDF ഗവൺമെന്റുകളാണ് കേരളത്തിൽ വികസനം കൊണ്ടുവന്നത്. 10 സെക്കൻഡ് നിഷ, ഫൈനൽ 10 സെക്കൻഡ്. ഞങ്ങളെ സംബന്ധിച്ച് അതിവേഗ റെയിൽ വരുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട്. അതിൽ പരിസ്ഥിതിക്ക് ആഘാതം വെക്കാൻ പാടില്ല. അതിൽ സാധാരണക്കാരനെ കൂടി അഡ്രസ് ചെയ്യണം. പാവപ്പെട്ടവന്റെ അടുക്കളപ്പുറത്തല്ല കുറ്റിയിടേണ്ടത്. അതിൽ ജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, സർവകക്ഷികളെ സാമുദായിക സംഘടനകളുടെ പരിസ്ഥിതിവാദികളെ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട്